പാലക്കാട് സൈലന്റ് വാലിക്കരികിലുള്ള കരിമല എന്ന ഗ്രാമം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചക്കാണ് ആ ഉച്ചതിരിഞ്ഞ നേരത്ത് സാക്ഷ്യം വഹിച്ചത്. കരിമ്പാറകൾ നിറഞ്ഞ ആ ഗ്രാമത്തിലെ പൊടിപിടിച്ച മൺപാതയിലൂടെ സൈറൻ മുഴക്കാതെ തന്നെ അധികാരത്തിന്റെ ഗാംഭീര്യം വിളിച്ചോതിക്കൊണ്ട് ഒരു കറുപ്പ് നിറത്തിലുള്ള ഔദ്യോഗിക ജീപ്പ് പാഞ്ഞു വന്നു. ഗ്രാമവാസികൾ ആശ്ചര്യത്തോടെയും അല്പം ഭയത്തോടെയും നോക്കി നിൽക്കെ ആ വണ്ടി ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ഒരു പഴയ ഓലമേന വീടിന് മുന്നിൽ നിന്നു. ജീപ്പിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ആളെ കണ്ടപ്പോൾ ഗ്രാമത്തിന് ശ്വാസം നിലച്ചുപോയി. പൂർണമായ സൈനിക വേഷത്തിൽ തോളിൽ 3 നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ആർമി മേജർ റിയ കൃഷ്ണനായിരുന്നു അത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഗ്രാമത്തിൽ നിന്ന് തന്റെ ഭർത്താവിനെ എന്റെ നിലവാരത്തിന് ചേർന്നവനല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ആ പെൺകുട്ടി ഗ്രാമത്തിലെ ചെറിയ ചായക്കടയിലിരുന്നവർ തമ്മിൽ മന്ത്രിച്ചു. ഇത് നമ്മുടെ റിയ അല്ലേ? പഴയ ആ അജയിന്റെ പെണ്ണ് ഇപ്പോ വലിയ ഓഫീസർ ആയല്ലോ. റിയ തന്റെ കറുത്ത കണ്ണട മാറ്റി ആ പഴയ വീടിനെ നോക്കി. ആ 7 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മുറ്റത്തെ തുളസിത്തറ ഉടഞ്ഞു പോയിരിക്കുന്നു. ചുമരുകളിലെ ചായം പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. യൂണിഫോമിന്റെ കർക്കശത്തിനുള്ളിലും റിയയുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ആ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. ചുറ്റും കൂടി നിന്ന ഗ്രാമവാസികളുടെ കണ്ണുകളിൽ ബഹുമാനത്തെക്കാൾ ഉപരി ഒരു തരം നീരസമായിരുന്നു. കാരണം അവർക്കറിയാം റിയ പോയതിനു ശേഷം അജയ് അനുഭവിച്ച വേദനകൾ. അവൾ വാതിൽ മുട്ടാൻ കൈ ഉയർത്തിയെങ്കിലും ഒരു നിമിഷം നിന്നുപോയി. ആ വാതിൽ കടന്നാണ് 7 വർഷം മുമ്പ് അവൾ വിവാഹമോചന കരാറിൽ ഒപ്പിട്ടത്. തന്റെ സ്വപ്നങ്ങളിലേക്ക് മാത്രം നോക്കി ഇറങ്ങിപ്പോയത്. അന്ന് അവൾക്ക് മുന്നിൽ അജയൻ ഒരു തടസ്സമായിരുന്നു. ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്ന കാൽ പെരുമാറ്റം കേട്ടു. പഴയ തടിവാതിൽ കരച്ചിലോടെ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് അജയൻ. പഴയതിലും മെലിഞ്ഞ് നരച്ച മുടിയും പക്ഷെ ഒട്ടും പതറാത്ത ശാന്തമായ കണ്ണുകളുമുള്ള അജയൻ. അവൻ തന്റെ മുന്നിൽ പൂർണ്ണ പ്രതാപത്തോടെ നിൽക്കുന്ന മേജറെ നോക്കി. ആ നോട്ടത്തിൽ അത്ഭുതമല്ലായിരുന്നു, പകരം വർഷങ്ങളായി താൻ ശീലിച്ച ഏകാന്തതയുടെ ഒരു തണുപ്പ് മാത്രം. മേജർ റിയ ഇവിടെ വരുമെന്ന് ഈ ഗ്രാമത്തിൽ ആരും കരുതിയിരുന്നില്ല, അജയൻ ശാന്തനായി പറഞ്ഞു. അവന്റെ സ്വരത്തിൽ പരിഹാസമോ പരാതിയോ ഇല്ലായിരുന്നു, അതൊരു സത്യം മാത്രമായിരുന്നു. റിയ മറുപടി പറയാൻ ശ്രമിച്ചു, പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അധികാരത്തിന്റെ ചിഹ്നമായ തന്റെ യൂണിഫോം ഈ വീടിന് മുന്നിൽ ഇപ്പോൾ എത്രത്തോളം ചെറുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അകത്തേക്ക് ഇരിക്കണോ അതോ ഔദ്യോഗികമായ വല്ല കാര്യങ്ങൾക്കുമാണോ വന്നത്? അജയൻ വഴി മാറിക്കൊടുത്തു. റിയ പതിയെ വീടിനുള്ളിലേക്ക് കയറി. അവിടെ പണ്ടവർ ഒന്നിച്ചിരുന്ന ആ ചെറിയ മരക്കസേരയും ഒരറ്റത്ത് അജയന്റെ പഴയ പുസ്തകങ്ങളും ഇപ്പോഴുമുണ്ട്. സമയം അവിടെ നിശ്ചലമായതുപോലെ. ഒരു ഓഫീസർ എന്ന നിലയിൽ പല യുദ്ധമുഖങ്ങളിലും പതറാതെ നിന്ന റിയക്ക് ആ ചെറിയ മുറിയിലെ നിശബ്ദത ഒരു വലിയ വെല്ലുവിളിയായി തോന്നി. റിയ ആ ചെറിയ മരക്കസേരയിൽ ഇരുന്നു. മുറിയിലാകെ പടർന്നു നിൽക്കുന്ന പഴയ പുസ്തകങ്ങളുടെയും ഉണങ്ങിയ മണ്ണിന്റെയും ഗന്ധം അവളെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. ഒരു മേജറുടെ ഗാംഭീര്യമെല്ലാം അലിഞ്ഞുപോയി. അവൾ വീണ്ടും ആ പഴയ കോളേജ് വിദ്യാർത്ഥിനിയായി. അന്ന് റിയക്ക് സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ അജയനും. പാലക്കാട്ടെ ആ പഴയ ഗ്രാമീണ കലാലയത്തിൽ വെച്ചാണ് റിയ അജയനെ ആദ്യമായി കാണുന്നത്. അജയൻ അന്ന് ബിരുദം കഴിഞ്ഞ് സ്വന്തം പറമ്പിൽ കൃഷിപ്പണി ചെയ്യുന്ന ഒരു സാധാരണ യുവാവായിരുന്നു. പക്ഷേ ആ സാധാരണക്കാരന്റെ ഉള്ളിൽ അസാധാരണമായ ഒരു മനസ്സിനെ റിയ കണ്ടു. എനിക്ക് പട്ടാളത്തിൽ ചേരണം, ഒരു ഓഫീസർ ആകണം എന്നവൾ പറഞ്ഞപ്പോൾ പരിഹസിക്കാത്ത ഏക വ്യക്തി അജയനായിരുന്നു. ഗ്രാമത്തിലെ മറ്റു പുരുഷന്മാർ പെണ്ണുങ്ങൾക്ക് എന്തിനാ പട്ടാളം എന്ന് ചോദിച്ചപ്പോൾ അജയൻ തന്റെ വിണ്ടുകീറിയ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ ആകാശമാകാം. അവരുടെ വിവാഹം ലളിതമായി നടന്നു. ദാരിദ്ര്യം നിറഞ്ഞ ആ ചെറിയ വീട്ടിലേക്ക് റിയ വന്നപ്പോൾ അവൾക്ക് തണലായി നിന്നത് അജയന്റെ സ്നേഹമായിരുന്നു. പകൽ മുഴുവൻ വെയിലത്ത് പണിയെടുത്താലും രാത്രിയിൽ റിയ പഠിക്കുമ്പോൾ ഉറക്കമൊഴിച്ച് അവൻ അവൾക്ക് കൂട്ടിരിക്കും. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ പുസ്തകങ്ങൾ മറിക്കുമ്പോൾ അവൻ ഇടയ്ക്ക് ചായയുമായി എത്തും. ആദ്യത്തെ തവണ പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ റിയ ആകെ തകർന്നുപോയി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞ അവളെ അജയൻ ശാന്തനായി ചേർത്തു പിടിച്ചു. പരാജയം ഒരു അവസാനമല്ല റിയ, അതൊരു തുടക്കമാണ്. അടുത്ത തവണ നീ ലക്ഷ്യം കാണും. നിന്റെ ഫീസ് അടക്കാൻ എന്റെ പറമ്പിലെ തേങ്ങ വിറ്റ പണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അജയന്റെ ആ വാക്കുകൾ കേട്ട് റിയ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. സ്വന്തം സുഖങ്ങൾ പോലും മാറ്റിവെച്ച് അവൻ അവൾക്കായി അധ്വാനിക്കുകയായിരുന്നു. 2ാം തവണ പരീക്ഷാഫലം വന്നപ്പോൾ റിയ ലക്ഷ്യം കണ്ടു. അവൾ ഓഫീസർ ട്രെയിനിങ്ങിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗ്രാമം മുഴുവൻ അത് ആഘോഷിച്ചു. ട്രെയിനിങ്ങിന് പുറപ്പെടുന്ന അന്ന് റിയ അജയന്റെ കാല് തൊട്ട് വന്ദിച്ചു. അന്ന് അജയൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷെ അപ്പോഴും ഈ പാവം അജയനെ മറക്കരുത്. ആ വാക്കുകൾ അന്ന് അവൾക്കൊരു വാഗ്ദാനം
വാഗ്ദാനമായിരുന്നു. പക്ഷേ ട്രെയിനിങ് പൂർത്തിയാക്കി തോളിൽ നക്ഷത്രങ്ങൾ മിന്നുന്ന യൂണിഫോം ധരിച്ച് റിയ തിരിച്ചെത്തിയപ്പോൾ എല്ലാം മാറി തുടങ്ങിയിരുന്നു. റിയയുടെ ലോകം പെട്ടെന്ന് വലുതായി. പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ അജയനെ പോലെ ഒരു കൃഷിക്കാരൻ ഭർത്താവായി ഉള്ളത് അവൾക്ക് അപമാനമായി തോന്നി തുടങ്ങി. താൻ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അജയൻ തന്റെ കാലിലെ ചങ്ങലയാണെന്ന് അവൾ തെറ്റായി ചിന്തിച്ചു തുടങ്ങി. സ്നേഹത്തിന്റെ തണൽ പെട്ടെന്നൊരു ദിവസം അവൾക്ക് ഭാരമായി മാറി. ആ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു അവരുടെ ബന്ധത്തിലെ ആദ്യത്തെ വിള്ളൽ. റിയയുടെ യൂണിഫോമിലെ നക്ഷത്രങ്ങൾ തിളങ്ങാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ തിളക്കം മങ്ങിത്തുടങ്ങി. ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ റിയ ഒരു പുതിയ മനുഷ്യനായിരുന്നു. അവളുടെ സംസാരത്തിലും നടപ്പിലും ഒരു ഓഫീസറുടെ അധികാരം കണ്ടു തുടങ്ങി. അജയനാകട്ടെ പഴയതുപോലെ തന്നെ മണ്ണിൽ പണിയെടുക്കുന്നു. ലളിതമായി ജീവിക്കുന്ന ആ ഗ്രാമീണനായി തുടർന്നു. ആദ്യമൊക്കെ അജയന്റെ നിഷ്കളങ്കത ഇഷ്ടപ്പെട്ടിരുന്ന റിയക്ക് ഇപ്പോൾ അത് വെറും ഒരു നിലവാരമില്ലായ്മയായി തോന്നി. പട്ടാളത്തിലെ മെസ്സുകളിലും പാർട്ടികളിലും പങ്കെടുക്കുമ്പോൾ കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭർത്താക്കന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥരോ ബിസിനസ്സുകാരോ ആയിരുന്നു. അവർക്കിടയിൽ മുണ്ടും ഷർട്ടും ധരിച്ച കൃഷിപ്പണിയെ മാത്രം കുറിച്ച് സംസാരിക്കുന്ന അജയനെ കൊണ്ടുപോകാൻ റിയ മടിച്ചു. ഒരിക്കൽ റിയയുടെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഒരു ചെറിയ ഒത്തുചേരൽ നടന്നു. റിയയുടെ സീനിയർ ഓഫീസർമാരും അവരുടെ കുടുംബങ്ങളും എത്തിയിരുന്നു. അജയൻ തന്റെ പതിവ് ശൈലിയിൽ എല്ലാവർക്കും ചായയും ലഘുഭക്ഷണവും വിളമ്പി. അതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ കളിയാക്കി ചോദിച്ചു, മേജർ, ഇതാരാണ്? നിങ്ങളുടെ പുതിയ അസിസ്റ്റന്റ് ആണോ? ഒരു നിമിഷം ആ മുറിയിലൊക്കെ നിശബ്ദത പടർന്നു. റിയയുടെ മുഖം ചുവന്നു തുടുത്തു. അല്ല, ഇതെന്റെ ഭർത്താവാണ് എന്ന് അഭിമാനത്തോടെ പറയേണ്ടതിന് പകരം അവൾ തല താഴ്ത്തി നിന്നു. അജയൻ അത് ശ്രദ്ധിച്ചു. അവന്റെ ഉള്ളിൽ ഒരു വലിയ മുറിവുണ്ടായി. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ റിയ പൊട്ടിത്തെറിച്ചു. നിനക്കൊന്ന് നോക്കിക്കൂടെ അജയ? ആൾക്കാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനാണോ നിന്റെ പരിപാടി? നിങ്ങളുടെ ഈ വേഷവും രീതിയും എന്റെ പദവിക്ക് ചേർന്നതല്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ മാന്യമായി സംസാരിക്കാനോ പെരുമാറാനോ അറിയില്ല. അജയൻ ശാന്തനായി അവൾക്ക് മുന്നിൽ നിന്നു. റിയ, നിന്റെ ഈ പദവി ഉണ്ടാക്കി തരാൻ ഞാൻ ചെയ്ത അധ്വാനത്തിന് എന്റെ ഈ വേഷവും രീതിയും തടസ്സമായിരുന്നില്ലല്ലോ. അന്ന് നിനക്ക് ഞാൻ മാന്യനായിരുന്നു. ഇന്ന് നിന്റെ തോളിൽ നക്ഷത്രങ്ങൾ വന്നപ്പോൾ ഞാൻ നിനക്ക് നാണക്കേടായോ? അജയന്റെ ചോദ്യം റിയയെ കൂടുതൽ പ്രകോപിച്ചു. അന്ന് സാഹചര്യങ്ങൾ വേറെയായിരുന്നു. ഇന്ന് ഞാൻ ഒരു മേജറാണ്. എന്റെ ലോകം മാറി. ആ ലോകത്ത് നിങ്ങളെ പോലെ ഒരാൾക്ക് സ്ഥാനമില്ല. നമുക്കിടയിൽ ഇപ്പോൾ ഒരു വലിയ വിടവുണ്ട്. അത് നികത്താൻ എനിക്ക് കഴിയില്ല. റിയയുടെ വാക്കുകൾ ഒരു കടാര പോലെ അജയന്റെ നെഞ്ചിൽ തറച്ചു. അവൾ തുടർന്നു, നമുക്ക് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. എനിക്ക് എന്റെ കരിയറിൽ ശ്രദ്ധിക്കണം. നീ നിന്റെ ഗ്രാമത്തിൽ നിന്റെ കൃഷിയുമായി ജീവിച്ചോളൂ. എനിക്ക് വിവാഹമോചനം വേണം. അജയൻ ഒന്നും പറഞ്ഞില്ല. അവൻ തന്റെ മുറിയിലേക്ക് പോയി ഒരു ചെറിയ ബാഗിൽ തന്റെ കുറച്ച് വസ്ത്രങ്ങൾ എടുത്തു. ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, നിനക്ക് ഈ യൂണിഫോം തന്നത് ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല റിയ. പക്ഷെ ഈ യൂണിഫോമിനുള്ളിൽ നിനക്ക് നിന്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നീ അത് തിരിച്ചറിയും. അന്ന് നീ തിരയുന്നത് ഈ അജയനെ ആയിരിക്കില്ല. നിന്റെ നഷ്ടപ്പെട്ട പഴയ ആത്മാവിനെ ആയിരിക്കും. വാതിലടച്ച് അവൻ ഇറങ്ങിപ്പോയി. റിയ അന്ന് കരുതിയത് താനൊരു വലിയ ഭാരത്തിൽ നിന്ന് മോചിതയായി എന്നാണ്. പക്ഷെ ആ രാത്രി അവൾക്കറിയാമായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണലാണ് താൻ വെട്ടിമാറ്റിയതെന്ന്. അജയൻ നൽകിയ ആ സ്റ്റീൽ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുമ്പോൾ റിയയുടെ ഉള്ളിൽ പഴയ ഓർമ്മകളുടെ കയ്പ് പടരുകയായിരുന്നു. അവൾ പതിയെ വീടിന്റെ ഉമ്മറത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ഗ്രാമവാസികൾ ഇപ്പോഴും കൂടി നിൽപ്പുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ജാനകി അമ്മ എന്ന വൃദ്ധ റിയയുടെ അടുത്തേക്ക് നടന്നു വന്നു. റിയയുടെ യൂണിഫോമിലെ തിളക്കത്തേക്കാൾ ജാനകി അമ്മയുടെ കണ്ണുകളിലെ രൂക്ഷമായ നോട്ടം അവളെ അസ്വസ്ഥയാക്കി. എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്നത്? ജാനകി അമ്മയുടെ സ്വരത്തിൽ ഒരു പരിഹാസമുണ്ടായിരുന്നു. ഇന്ന് നീ വലിയ മേജറാണ്. പക്ഷേ ഈ 7 വർഷം ഈ പാവം അജയൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചതെന്ന് നീ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? റിയ നിശബ്ദയായി നിന്നു. താൻ പോയതിനു ശേഷം അജയൻ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ടാകുമെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ജാനകി അമ്മ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ റിയയുടെ നെഞ്ചിൽ ആണി അടിക്കുന്നത് പോലെയായിരുന്നു. വിവാഹമോചനത്തിനു ശേഷം അജയൻ ഒരുപാട് തകർന്നു പോയി. ഗ്രാമവാസികളിൽ പലരും അവനെ കളിയാക്കി. ഭാര്യ വലിയ ഓഫീസറായപ്പോൾ അവനെ പടിയടിച്ച് പിണ്ടം വെച്ചു എന്നായിരുന്നു ചായക്കടയിലെ സംസാരം. പക്ഷേ അജയൻ ആരോടും ഒന്നും പരാതിപ്പെട്ടില്ല. അവൻ തന്റെ അധ്വാനം തുടർന്നു. ഒരിക്കൽ ഗ്രാമത്തിലെ ചിലർ ചേർന്ന് അവനെ നിർബന്ധിച്ചു റിയയിൽ നിന്ന് കിട്ടേണ്ട പണത്തിനു വേണ്ടി കേസ് കൊടുക്കാൻ. പക്ഷേ അജയൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അവൾ എന്റെ ഭാര്യയായിരുന്നു. അവൾക്ക് കിട്ടുന്ന ശമ്പളം രാജ്യത്തെ സേവിക്കുന്നതിനാണ്. അതിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട.
എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ജീവിച്ചോളാം. ജാനകി അമ്മ തുടർന്നു. 2 വർഷം മുമ്പ് ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഒരു പുതിയ കരാറുകാരൻ ഈ ഗ്രാമത്തിലെ വഴി കയ്യേറി വലിയ മതിൽ കെട്ടാൻ നോക്കി. അജയൻ അത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഗുണ്ടകളെ വിട്ട് അവനെ തല്ലിച്ചു. ആ സമയത്ത് നാട്ടുകാർ പറഞ്ഞു, നിന്റെ പെണ്ണ് വലിയ ആർമി ഓഫീസർ അല്ലേ, ഒരു ഫോൺ ചെയ്താൽ ഇയാൾ പേടിക്കുമല്ലോ എന്ന്. പക്ഷേ അവൻ സമ്മതിച്ചില്ല. പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നപ്പോഴും അവൻ പറഞ്ഞു, അവൾ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ആളാണ്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി അവളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. അജയൻ റിയയുടെ പേര് ഒരു കവചമായി പോലും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അധികാരത്തിന്റെ മത്തുപിടിച്ച താൻ അജയനെ തന്റെ പദവിക്ക് ഒരു അപമാനം ആയിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ അജയനാകട്ടെ തന്റെ ഏറ്റവും വലിയ തകർച്ചയിൽ പോലും റിയയുടെ പദവിക്ക് ഒരു കളങ്കവും ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവൾ അജയനെ ഒന്ന് നോക്കി. അവൻ പറമ്പിൽ പണിയെടുക്കുകയാണ്. അവന്റെ മുണ്ടിലെ ചളിയിലേക്കും വിണ്ടുകീറിയ പാദങ്ങളിലേക്കും നോക്കിയപ്പോൾ റിയയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ വില കുറച്ച് കണ്ട ആ മനുഷ്യൻ എത്രത്തോളം വലുതാണെന്ന് അവൾ വൈകിയാണെങ്കിലും തിരിച്ചറിയുകയായിരുന്നു. ഗ്രാമത്തിന്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ആ പഴയ വീടിനേക്കാൾ വലിയൊരു അഭിമാനം അജയന്റെ മനസ്സിലുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. ജാനകി അമ്മയുടെ വാക്കുകൾ കേട്ട് റിയ തരിച്ചു നിന്നുപോയി. തന്റെ ഔദ്യോഗിക പദവി ഒരു കിരീടമായി കൊണ്ടു നടന്നപ്പോൾ അതിന്റെ തണലിൽ മറ്റൊരു മനുഷ്യൻ നീറിപ്പുകയുകയായിരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. ഓരോ തവണയും താൻ മെഡലുകൾ ഏറ്റുവാങ്ങുമ്പോഴും വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും ഈ ഗ്രാമത്തിലെ ഒരു പഴയ കുടിലിൽ ഇരുന്ന് ഒരാൾ തന്റെ അഭിമാനം പണയം വെക്കാതെ ജീവിക്കുന്നുണ്ടായിരുന്നു. റിയ പതുക്കെ അജയന്റെ അരികിലേക്ക് നടന്നു. അവൻ പണി നിർത്തി വിയർപ്പൊപ്പുകയായിരുന്നു. അജയ, അവൻ ശാന്തമായി അവളെ നോക്കി. ആ നോട്ടത്തിൽ ഇപ്പോഴും ഒരു തരം ശൂന്യത മാത്രം. എന്താ റിയ, നിനക്ക് പോകാൻ നേരമായില്ലേ? നിന്റെ ഡ്രൈവർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അജയൻ തന്റെ ജോലികളിലേക്ക് തിരിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം സഹിച്ചത് അജയ? റിയയുടെ ശബ്ദം ഇടറി. ജാനകി അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ പോലും നിങ്ങൾ എന്നെ വിളിക്കാൻ സമ്മതിച്ചില്ലെന്ന്. ഒരു വാക്ക്, ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു എനിക്ക് നിന്നെ സഹായിക്കാൻ. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? അജയൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ താഴെ വെച്ചു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു ചെറിയ നനവ് പടരുന്നത് റിയ കണ്ടു. സഹായമോ? ആരുടെ സഹായം? എന്നെ നിലവാരമില്ലാത്തവൻ എന്ന് വിളിച്ച് പടിയടച്ചു പിണ്ടം വെച്ച മേജർ റിയയുടെ സഹായമോ? അജയന്റെ ശബ്ദത്തിൽ ദേഷ്യമല്ലായിരുന്നു, മറിച്ച് വലിയൊരു വേദനയായിരുന്നു. റിയ, നീ പോയ അന്ന് ഞാൻ എന്നോട് തന്നെ ഒരു സത്യം ചെയ്തിരുന്നു. എന്റെ പേരിൽ നിനക്കൊരു നാണക്കേടും ഉണ്ടാകരുത് എന്ന്. ഞാൻ നിന്റെ സഹായം തേടിയിരുന്നുവെങ്കിൽ ലോകം പറയുമായിരുന്നു, ആർമി മേജറുടെ ഭർത്താവ് അവളുടെ അധികാരം ഉപയോഗിച്ച് ഗുണ്ടായിസം കാണിക്കുന്നു എന്ന്. എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ നീ എനിക്ക് തന്ന ആ ഒരു പേരുണ്ടല്ലോ, നിന്റെ ഭർത്താവ് എന്ന പേര്, അതിനൊരു കളങ്കവും ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. വിവാഹമോചനം കഴിഞ്ഞ് നീ പോയിരിക്കാം, പക്ഷെ എന്റെ ഉള്ളിൽ നീ ഇപ്പോഴും ആ പഴയ റിയ തന്നെയാണ്. അജയൻ ഒരു ദീർഘശ്വാസം വിട്ടു. പിന്നെ നീ ചോദിച്ചില്ലേ എന്തിനാണ് സഹിച്ചതെന്ന്? സ്നേഹമുള്ളവർക്ക് മാത്രമേ ത്യാഗം ചെയ്യാൻ കഴിയൂ റിയ. നിനക്ക് പദവിയായിരുന്നു വലുത്, എനിക്ക് നീയും. നിന്റെ യൂണിഫോമിലെ നക്ഷത്രങ്ങൾ എന്റെ കണ്ണീരുകൊണ്ട് കഴുകി തുടക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നീ ഉയരങ്ങളിൽ തന്നെ ഇരിക്കണം, പക്ഷേ ആ ഉയരങ്ങളിൽ ഇരിക്കുമ്പോൾ താഴെ മണ്ണിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് നീ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. റിയയുടെ ഉള്ളിൽ കുറ്റബോധം ഒരു പ്രളയം പോലെ ഇടിച്ചു കയറി. താൻ എത്രത്തോളം ക്രൂരയായിരുന്നു. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഏണിപ്പടിയായി ഉപയോഗിച്ച ആളെ തന്നെ അവൾ ചവിട്ടി താഴ്ത്തി. യൂണിഫോം ധരിക്കുമ്പോൾ താൻ വലിയവളാണെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ വലിയവൻ തന്റെ മുന്നിൽ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഈ സാധാരണക്കാരനാണെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ അജയന്റെ കൈകളിൽ പിടിക്കാൻ ആഞ്ഞു. പക്ഷെ അവൻ പതിയെ കൈകൾ പിന്നിലേക്ക് മാറ്റി. വേണ്ട റിയ, ഈ കൈകൾ ഇപ്പോൾ മണ്ണിന്റെ മണമാണ്. നിന്റെ വില കൂടിയ യൂണിഫോമിൽ കര പുരണ്ടേക്കാം. നീ വന്നതുപോലെ തന്നെ തിരിച്ചു പോവുക. എനിക്ക് ആരോടും പരാതിയില്ല. അന്ന് ഉച്ച തിരിഞ്ഞ് ആ ഗ്രാമത്തിലെ വെയിൽ ചൂട് കൂടി. പക്ഷെ റിയയുടെ ഉള്ളിൽ ഒരു ഹിമപാതം പോലെ തണുപ്പായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം താൻ തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന തിരിച്ചറിവ് അവളെ തളർത്തി. അവൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല, പക്ഷെ നിൽക്കാൻ അവകാശമില്ലായിരുന്നു. ഗ്രാമവാസികൾ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. പക്ഷേ ജാനകി അമ്മ മാത്രം ദൂരെ നിന്ന് അവളെ നോക്കി നെടുവീർപ്പിട്ടു. സ്നേഹത്തിന്റെ വില അറിയാൻ റിയക്ക് ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു. പക്ഷേ ആ തിരിച്ചറിവ് ലഭിച്ചപ്പോഴേക്കും കാലം ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു. റിയ തന്റെ പക്കലുണ്ടായിരുന്ന കറുത്ത ബാഗ് പതിയെ തുറന്നു. അതിൽ നിന്ന് ഒരു ചെറിയ കവറും ഒരു താക്കോൽ കൂട്ടവും അവൾ പുറത്തെടുത്തു. അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഒരു സൈനിക ഉദ്യോഗസ്ഥ എന്ന നിലയിൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോൾ പോലും തോന്നാത്ത
കാണാത്ത ഒരു തരം പേടി അവൾക്കപ്പോൾ അനുഭവപ്പെട്ടു. അജയ, അവൾ കവർ അവന് നേരെ നീട്ടി. ഇതിൽ കുറച്ച് പണമുണ്ട്, പിന്നെ പാലക്കാട് ടൗണിൽ ഞാൻ വാങ്ങിയ ഒരു ഫ്ലാറ്റിന്റെ താക്കോലുമാണ് ഇത്. നിനക്കിനി ഈ പഴയ കുടിലിൽ കഴിയേണ്ടി വരില്ല. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നിനക്ക് സമാധാനമായി ജീവിക്കാം. എന്റെ ഒരു പ്രായശ്ചിത്തമായി ഇത് നീ സ്വീകരിക്കണം. അജയൻ ആ കവറിലേക്കും താക്കോലിലേക്കും ഒന്ന് നോക്കി. അവന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അത് സന്തോഷത്തിന്റെ ആയിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റം ദയനീയമായ ഒരു പുഞ്ചിരിയായിരുന്നു. അവൻ അത് വാങ്ങിയില്ല. പകരം തന്റെ കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി ചുമലിൽ വെച്ച് അവൻ റിയയുടെ കണ്ണിലേക്ക് നേരിട്ട് നോക്കി. റിയ, നീ ഇപ്പോഴും പഴയ റിയ തന്നെ. പണം കൊണ്ടും അധികാരം കൊണ്ടും ലോകത്തിലെ എല്ലാ മുറിവുകളും ഉണക്കാമെന്ന് വിശ്വസിക്കുന്ന പഴയ റിയ. നീ ഈ കൊണ്ടുവന്നത് എന്തിനുള്ള വിലയാണ്? 7 വർഷം മുമ്പ് നീ എറിഞ്ഞു തന്ന ആ വാക്കുകൾക്കുള്ള വിലയോ, അതോ ഞാൻ സഹായിച്ച അപമാനങ്ങൾക്കുള്ള പ്രതിഫലോ? റിയ തല താഴ്ത്തി നിന്നു. അല്ല അജയ, ഇതൊരു സഹായമാണ്. നിന്റെ ജീവിതം കുറച്ചും കൂടി എളുപ്പമാക്കാൻ. എന്റെ ജീവിതം എളുപ്പമാക്കാൻ എനിക്കറിയാം റിയ, അജയൻ ശാന്തനായി പറഞ്ഞു. എനിക്ക് ദാരിദ്ര്യമുണ്ട്, പക്ഷെ എനിക്ക് ദീനതയില്ല. ഈ മണ്ണിൽ പണിയെടുത്താൽ എനിക്ക് വിശപ്പടക്കാനുള്ളത് കിട്ടും. ഈ കുടിലിന്റെ മേൽക്കൂരയിലൂടെ മഴത്തുള്ളികൾ വീഴുന്നുണ്ടാകാം, പക്ഷെ ഇതിനുള്ളിൽ എനിക്ക് എന്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വരുന്നില്ല. നിന്റെ ആ വലിയ ഫ്ലാറ്റിൽ ഞാൻ വന്നാൽ അവിടെ ഞാൻ നിന്റെ ദയയിൽ കഴിയുന്ന വെറുമൊരു യാചകനായിരിക്കും. അതെനിക്ക് വയ്യ. റിയയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ യൂണിഫോമിന്റെ മുകളിലേക്ക് വീണു. ഞാൻ നിന്നെ സഹായിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അവസ്ഥയോ? അജയൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. എന്റെ അവസ്ഥയല്ല റിയ നിന്നെ വിഷമിപ്പിക്കുന്നത്, നിന്റെ കുറ്റബോധമാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എനിക്ക് നൽകുന്ന ഒരു ദാനധർമ്മം മാത്രമാണിത്. ഇത് വാങ്ങിയാൽ നിനക്ക് സമാധാനമായി ഉറങ്ങാം. ഞാൻ അജയന് എല്ലാം നൽകി എന്ന് നിനക്ക് സ്വയം വിശ്വസിക്കാം. പക്ഷെ എനിക്കോ? എനിക്ക് നഷ്ടപ്പെട്ട ആ പഴയ അജയനെ നിന്റെ ഈ താക്കോൽ കൂട്ടം തിരികെ തരുമോ? നീ അന്ന് താഴ്ത്തി പറഞ്ഞപ്പോൾ തകർന്നു പോയ ആ ആത്മാഭിമാനം ഇതിനുള്ളിലുണ്ടോ? റിയക്ക് മറുപടിയില്ലായിരുന്നു. അധികാരത്തിന്റെ ഗർവിൽ താൻ നൽകിയ മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. റിയ, നീ ഒന്ന് മനസ്സിലാക്കണം, അജയൻ തുടർന്നു. ബഹുമാനം എന്നത് ആരോടും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. നീ അന്ന് എന്നെ അപമാനിച്ചത് എന്റെ ദാരിദ്ര്യം കണ്ടിട്ടല്ല, മറിച്ച് നിന്റെ പദവിയുടെ ഉയരം കണ്ടിട്ടാണ്. ഇന്ന് നീ എന്നെ ബഹുമാനിക്കുന്നത് നിന്റെ മനസ്സിലെ വിഷമം കൊണ്ടാണ്. എനിക്കിത് രണ്ടും വേണ്ട. നീ നിന്റെ പണവും താക്കോലുമായി തിരിച്ചു പോവുക. എനിക്ക് ഈ ഗ്രാമവും ഈ മണ്ണും മതി. ഇവിടെ ഞാൻ ആരുടെയും ഭിക്ഷയിലല്ല ജീവിക്കുന്നത്, എന്റെ വിയർപ്പിലാണ്. റിയ ആ കവർ തിരികെ ബാഗിലേക്ക് വെച്ചു. താൻ നൽകുന്ന പണത്തേക്കാൾ എത്രയോ മടങ്ങ് വിലയുള്ളതാണ് അജയന്റെ ആ വാക്കുകളെന്ന് അവൾക്ക് ബോധ്യമായി. ഒരു മേജർ എന്ന നിലയിൽ അവൾക്ക് ആജ്ഞാപിക്കാൻ അറിയാമായിരുന്നു, പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അപേക്ഷിക്കാൻ അവൾ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കരിമല ഗ്രാമത്തിലെ ആ ചെറിയ വീടിന് മുന്നിൽ നിശബ്ദത കനം തൂങ്ങി നിന്നു. അജയന്റെ വാക്കുകൾ ഏൽപ്പിച്ച പ്രഹരത്തിൽ നിന്ന് റിയക്ക് ഇതുവരെ മോചിതയാകാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ കയ്യിലുള്ള പണവും ഫ്ലാറ്റിന്റെ താക്കോലും എത്ര നിസ്സാരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അധികാരത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴും താൻ ആത്മീയമായി എത്രത്തോളം ദരിദ്രയാണെന്ന് അവൾക്ക് ബോധ്യമായി. പെട്ടെന്ന് മുറ്റത്ത് കൂടിയിരുന്ന ഗ്രാമവാസികൾക്കിടയിൽ ഒരു പിറുപിറുപ്പ് കേട്ടു. റിയ പതുക്കെ തല ഉയർത്തി നോക്കി. ചായക്കടക്കാരൻ വാസുവും കർഷകനായ രാഘവേട്ടനും അപ്പുറത്തെ വീട്ടിലെ സുമതിയും എല്ലാം അവിടെയുണ്ട്. അവരുടെ കണ്ണുകളിൽ പഴയ ഭയമോ ബഹുമാനമോ ആയിരുന്നില്ല, മറിച്ച് ഒരു തരം ചോദ്യം ചെയ്യലായിരുന്നു. റിയ പതുക്കെ ഉമ്മറപ്പടിയിൽ നിന്ന് താഴേക്കിറങ്ങി. അവൾ ഗ്രാമവാസികൾക്ക് അഭിമുഖമായി നിന്നു. ഒരു മേജർ എന്ന നിലയിൽ ആയിരക്കണക്കിന് സൈനികരെ അഭിസംബോധനം ചെയ്തിട്ടുള്ള അവൾക്ക് അന്ന് 10-30 ഗ്രാമവാസികളെ അഭിമുഖീകരിക്കാൻ വലിയ പ്രയാസം തോന്നി. അവൾ തൊണ്ട നനച്ച് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമുണ്ടാകാം, അത് സ്വാഭാവികമാണ്. റിയയുടെ ശബ്ദം ഇടറി. 7 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് പോയത് ഒരു വലിയ ഓഫീസറാകാനാണ്. ഞാൻ അത് നേടുകയും ചെയ്തു. പക്ഷെ ആ യാത്രയിൽ ഞാൻ ഏറ്റവും വലിയൊരു പാപം ചെയ്തു. എന്നെ ഞാനാക്കിയ, എന്റെ വളർച്ചയ്ക്കായി സ്വന്തം ജീവിതം ഹോമിച്ച ഒരാളെ ഞാൻ അപമാനിച്ചു. അജയനെ ഞാൻ എന്റെ പദവിക്ക് ചേരാത്തവനായി കണ്ടു. ഗ്രാമവാസികൾ നിശബ്ദരായി കേട്ടുനിന്നു. റിയ തുടർന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നത് അജയനെ സഹായിക്കാനാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സഹായം വേണ്ടത് അജയനല്ല, എനിക്കാണെന്ന്. നഷ്ടപ്പെട്ട എന്റെ മനുഷ്യത്വം തിരികെ പിടിക്കാൻ എനിക്ക് അജയന്റെ മാപ്പ് വേണം. പക്ഷെ അവനത് നൽകുന്നില്ല. അവൻ പറയുന്നത് മാപ്പിന് ഒരുപാട് വൈകിപ്പോയി എന്നാണ്. പെട്ടെന്ന് രാഘവേട്ടൻ മുന്നോട്ട് വന്നു. മോളെ റിയ, നീ യൂണിഫോം ഇട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. പക്ഷെ ഈ 7 വർഷം അജയൻ ഇവിടെ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്കറിയാമോ? ആരെങ്കിലും നിന്നെ കുറിച്ച് മോശം പറഞ്ഞാൽ അവൻ അവരോട് തർക്കിക്കുമായിരുന്നു. അവൾ രാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവൾക്ക് നീ നോക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് അവൻ നിന്നെ വെള്ളപൂശുമായിരുന്നു. അവൻ നിന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ചു മോനെ, പക്ഷെ നീ അവനെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. രാഘവേട്ടന്റെ വാക്കുകൾ കേട്ട് റിയ വിതുമ്പിപ്പോയി. അവൾ അജയനെ നോക്കി. അവൻ ദൂരെ പറമ്പിലെ കരിയിലകൾ കൂട്ടിയിട്ട് തീയിടുകയായിരുന്നു. അവൻ ഈ സംഭാഷണങ്ങളിൽ
കാര്യങ്ങളിൽ ഒന്നും ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. അവനെ സംബന്ധിച്ചിടത്തോളം റിയ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ വന്ന വെറുമൊരു അപരിചിത മാത്രമാണ്. റിയ അജയന്റെ അടുത്തേക്ക് നടന്നു. അജയ, നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഗ്രാമവാസികൾക്ക് മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നു, എന്റെ എല്ലാ നേട്ടങ്ങളും നിന്റെ ഈ വിയർപ്പിന് മുൻപിൽ തോറ്റുപോയിരിക്കുന്നു. എനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിലും നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. നീ നിന്റെ ആത്മാഭിമാനം പണയം വെക്കേണ്ട. പക്ഷേ സ്നേഹത്തിന് വേണ്ടി നിനക്ക് എന്നെ സമീപിക്കാം. അജയൻ പണി നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. റിയ, ഈ ഗ്രാമവാസികൾ സാക്ഷിയാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷേ ക്ഷമിക്കുക എന്നതിനർത്ഥം പഴയതുപോലെ എല്ലാം തുടങ്ങുക എന്നല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഈ ഗ്രാമത്തിലെ കാറ്റിനു പോലും നിന്റെ അധികാരത്തിന്റെ മണമുണ്ട്. അതെനിക്ക് അപരിചിതമാണ്. നീ നിന്റെ ലോകത്തേക്ക് തിരിച്ചു പോവുക. അവിടെ നിന്നെ കാത്ത് ഒരുപാട് സെല്യൂട്ടുകൾ ഉണ്ടാകും. എനിക്കെന്റെ ഈ മണ്ണിന്റെ മണം മതി. അജയന്റെ വാക്കുകളിൽ ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. അവൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ആരോടും പരാതി പറഞ്ഞില്ല. പക്ഷെ അവൻ തന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ റിയക്ക് മുന്നിൽ എന്നേക്കുമായി അടച്ചു കഴിഞ്ഞിരുന്നു. റിയക്ക് തോന്നി താൻ ഒരു വലിയ യുദ്ധത്തിൽ പരാജയപ്പെട്ട സൈനാധിപനെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. അധികാരവും പദവിയും കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന്റെ മനസ്സെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ വൈകുന്നേരം കരിമല ഗ്രാമം ഒരു വലിയ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. പണത്തെക്കാളും പദവിയേക്കാളും വലിയത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനമാണെന്ന സത്യം. റിയ പതിയെ തന്റെ ജീപ്പിനടുത്തേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടും ഭാരമേറിയതായിരുന്നു. ഡ്രൈവർ വാതിൽ തുറന്നു കൊടുത്തു. അവൾ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ അവൾ പിന്നിലേക്ക് നോക്കി. അജയൻ ഇപ്പോഴും ആ പറമ്പിൽ നിൽക്കുന്നു. അവൻ കൈ വീശിയില്ല, നോക്കി നിന്നതുമില്ല. അവൻ തന്റെ ജീവിതം പണിയുന്ന തിരക്കിലായിരുന്നു, ഒറ്റക്കാണെങ്കിലും അഭിമാനത്തോടെ. ഗ്രാമത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ ജീപ്പിന്റെ ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കിയ റിയക്ക് കണ്ടത് ഇരുട്ടിൽ മറയുന്ന കരിമല ഗ്രാമത്തെയാണ്. ആ മൺപാതയിലെ ഓരോ കുഴിയും അവളുടെ ഹൃദയത്തിലെ ഓരോ മുറിവുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവർ സലീം നിശബ്ദമായി വണ്ടി ഓടിക്കുകയായിരുന്നു. റിയയുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ണാടിയിലൂടെ അയാൾ കാണുന്നുണ്ട്. എപ്പോഴും ഗാംഭീര്യത്തോടെ ഉത്തരവുകൾ നൽകുന്ന തന്റെ ഓഫീസറല്ല ഇപ്പോൾ കൂടെയുള്ളതെന്ന് അയാൾക്ക് തോന്നി. പാലക്കാട് ടൗണിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് റിയക്ക് താമസമൊരുക്കിയിരുന്നത്. വണ്ടി അവിടെ എത്തിയപ്പോൾ സമയം രാത്രി 8 കഴിഞ്ഞിരുന്നു. മാഡം, അത്താഴം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, സലീം പതിയെ പറഞ്ഞു. വേണ്ട സലീം, എനിക്ക് വിശപ്പില്ല. നീ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചോളൂ. നാളെ രാവിലെ നമുക്ക് തിരിക്കണം. റിയയുടെ ശബ്ദം ക്ഷീണിച്ചിരുന്നു. മുറിയിലെത്തിയ റിയ വാതിലടച്ച് കട്ടിലിലേക്ക് ഇരുന്നു. തോളിലെ മേജർ പദവിയുടെ നക്ഷത്രങ്ങൾ ആ ചെറിയ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഓരോന്നായി യൂണിഫോം അഴിച്ചുമാറ്റി. അലമാറയിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ കണ്ടത് ഒരു വലിയ ഓഫീസറെയല്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു സാധാരണ പെണ്ണിനെയാണ്. മുറിയിലെ നിശബ്ദത അവളെ ശ്വാസം മുട്ടിച്ചു. അവൾ ജനൽ തുറന്നിട്ടു. പുറത്ത് പാലക്കാടൻ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിന് അജയന്റെ പറമ്പിലെ നനഞ്ഞ മണ്ണിന്റെ മണമാണ് അവൾക്ക് തോന്നിയത്. അവൾ കട്ടിലിൽ കിടന്നു കണ്ണുകൾ അടച്ചു. പക്ഷെ ഉറക്കം അവളെ ചതിച്ചു. അജയന്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്റെ ആ വലിയ ഫ്ലാറ്റിൽ ഞാൻ വന്നാൽ അവിടെ ഞാൻ നിന്റെ ദയയിൽ കഴിയുന്ന വെറുമൊരു യാചകനായിരിക്കും. എത്ര സത്യമാണത്. സ്നേഹം കൊടുക്കേണ്ടിടത്ത് ഞാൻ ദാനധർമ്മം ചെയ്യാൻ ശ്രമിച്ചു. സ്നേഹം ആഗ്രഹിച്ചവനെ ഞാൻ പദവി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കി. അവൾ ഓർത്തു, വിവാഹമോചനത്തിനു ശേഷം താൻ എത്രത്തോളം തിരക്കിലായിരുന്നു. ഓരോ പ്രൊമോഷനും കിട്ടുമ്പോൾ താൻ സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷങ്ങൾക്കൊന്നും അജയന്റെ കൂടെ ആ പഴയ കുടിലിരുന്ന് കുടിച്ച കട്ടൻ ചായയുടെ സ്വാദുണ്ടായിരുന്നില്ല. അധികാരത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും താൻ ഒറ്റപ്പെടുകയായിരുന്നു എന്നവൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പട്ടാളത്തിലെ പാർട്ടിയിൽ എല്ലാവരും തനിക്ക് ചുറ്റും കൂടിയിരുന്നു ചിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ താൻ തെരഞ്ഞത് അജയന്റെ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയായിരുന്നു. പക്ഷേ അഹങ്കാരം അത് സമ്മതിച്ചു കൊടുക്കാൻ അവളെ അനുവദിച്ചില്ല. പെട്ടെന്ന് അവൾക്ക് അജയന്റെ പഴയ ഡയറി ഓർമ്മ വന്നു. വിവാഹമോചനത്തിനു ശേഷം അവൾ വലിച്ചെറിയാൻ തുനിഞ്ഞതാണെങ്കിലും എന്തോ ഒരു പ്രേരണയാൽ ബാഗിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ച ആ ചെറിയ ഡയറി അവൾ ബാഗ് തുറന്ന് അത് പുറത്തെടുത്തു. അതിൽ അജയൻ തന്റെ കൈപ്പടിയിൽ എഴുതിയിരുന്ന ആദ്യ പേജിലെ വരികൾ അവൾ വീണ്ടും വായിച്ചു. നീ എവിടെയായാലും ഞാൻ നിന്റെ തണലായി ഉണ്ടാകും. റിയയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഡയറിയിലെ മഷി പടർത്തി. അവൻ തന്റെ വാക്ക് പാലിച്ചു. അവൾ അവനെ ഉപേക്ഷിച്ചിട്ടും അവൾക്ക് ഒരു നാണക്കേടും ഉണ്ടാകരുതെന്ന് കരുതി അവൻ അപമാനങ്ങൾ സഹിച്ച് നിശബ്ദനായി നിന്നു. അവൻ നൽകിയ ആ തണലിലാണ് താൻ ഇത്രയും കാലം സുരക്ഷിതയായിരുന്നത്. എന്നാൽ താൻ ചെയ്തതോ ആ തണൽ നൽകിയ മരത്തിന്റെ വേരുകൾ തന്നെ വെട്ടിമാറ്റി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവൾ ഒരു തീരുമാനമെടുത്തു. ഈ കുറ്റബോധവുമായി തനിക്ക് ജീവിക്കാൻ കഴിയില്ല. അജയന് പണമോ പദവിയോ വേണ്ടായിരിക്കാം, പക്ഷേ തന്റെ സത്യസന്ധമായ മാറ്റം അവനെ അറിയിക്കേണ്ടതുണ്ട്. മാപ്പ് നൽകാൻ അവൻ തയ്യാറായില്ലെങ്കിലും അവനെ താൻ എത്രത്തോളം ബഹുമാനിക്കുന്നുവെന്ന് അവൾക്ക് തെളിയിക്കണം. അത് പണം നൽകിയല്ല, മറിച്ച് അവന്റെ ആത്മാഭിമാനത്തെ മാനിച്ചുകൊണ്ട് തന്നെ വേണം. അതിരാവിലെ ഉദയസൂര്യന്റെ കിരണങ്ങൾ മുറിയിലേക്ക് വീണപ്പോൾ റിയ എഴുന്നേറ്റു.
അവൾ വീണ്ടും യൂണിഫോം ധരിച്ചു. പക്ഷേ ഇത്തവണ ആ യൂണിഫോം ധരിക്കുമ്പോൾ അവൾക്ക് അധികാരത്തിന്റെ ഗർവ് തോന്നിയില്ല. പകരം ഉത്തരവാദിത്തത്തിന്റെ ഭാരമാണ് തോന്നിയത്. കണ്ണാടിയിൽ നോക്കി അവൾ സ്വയം പറഞ്ഞു, അജിയ, നീ ജയിച്ചു. നിന്റെ സ്നേഹത്തിനു മുമ്പിൽ ഈ നക്ഷത്രങ്ങൾക്കും പദവിക്കും ഒരു വിലയുമില്ലെന്ന് നീ എന്നെ പഠിപ്പിച്ചു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ സലീമിനോട് പറഞ്ഞു, സലീം, വണ്ടി എടുക്കൂ, നമുക്ക് ഒരിക്കൽ കൂടി അവിടേക്ക് പോകണം. തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് അജയനെ ഒന്നും കൂടി കാണണം. ഇത്തവണ ഒരു ഓഫീസർ ആയിട്ടല്ല, ഒരു മനുഷ്യനായിട്ട്. കരിമലയിലെ പ്രഭാതം ശാന്തമായിരുന്നു. പക്ഷികളുടെ ഒച്ചകളും ദൂരെ അമ്പലത്തിൽ നിന്നുള്ള മണിനാദവും ആ ഗ്രാമത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു. റിയയുടെ ജീപ്പ് വീണ്ടും അജയന്റെ കുടിലിനു മുന്നിൽ വന്നു നിന്നപ്പോൾ ഗ്രാമവാസികൾ ആശ്ചര്യത്തോടെ നോക്കി. ഇന്നലെ യാത്ര പറഞ്ഞു പോയ മേജർ എന്തിനാണ് വീണ്ടും തിരിച്ചു വന്നതെന്ന് അവർ അത്ഭുതപ്പെട്ടു. റിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇത്തവണ അവൾ തല ഉയർത്തിയല്ല നടന്നത്. അവളുടെ നോട്ടം മണ്ണിലായിരുന്നു. മുറ്റത്ത് അജയൻ തൈകൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. ജീപ്പിന്റെ ശബ്ദം കേട്ടിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ ആ അവഗണന റിയയെ വല്ലാതെ വേദനിപ്പിച്ചു. അജയ, റിയ പതിയെ വിളിച്ചു. അജയൻ വെള്ളമൊഴിക്കുന്നത് നിർത്തി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. നീ പോയില്ലേ റിയ? ഇനിയും എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പറയാനുള്ളതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അവന്റെ സ്വരത്തിൽ ദേഷ്യമല്ലായിരുന്നു, പക്ഷേ ഒരു തരം മടുപ്പുണ്ടായിരുന്നു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അജയ, റിയ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ തന്ന താക്കോലും പണവും നീ നിരസിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ദേഷ്യമായിരുന്നു. പക്ഷേ രാത്രിയിൽ തനിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ചെയ്തതാണ് ശരി. പണം കൊണ്ട് നിന്റെ മുറിവിനെ ഉണക്കാൻ ശ്രമിച്ചത് എന്റെ അഹങ്കാരമാണ്. എനിക്ക് നിന്നെ സഹായിക്കാനല്ല, എന്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ആഗ്രഹം. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അജയനൊന്നും മിണ്ടിയില്ല. അവൻ അവളെ നോക്കി നിൽക്കുകയാണ്. റിയ തുടർന്നു, ഞാൻ ഇത്തവണ വന്നത് നിനക്കെന്തെങ്കിലും നൽകാനല്ല, മറിച്ച് നിനക്കൊരു വാക്ക് നൽകാനാണ്. നീ എന്റെ ജീവിതത്തിൽ തന്ന ആ വലിയ പാഠമുണ്ടല്ലോ, ആത്മാഭിമാനത്തിന്റെ പാഠം, അത് ഞാൻ ഇനി എന്റെ ജീവിതകാലം മുഴുവൻ മുറുകെ പിടിക്കും. ഈ യൂണിഫോം ധരിക്കുമ്പോൾ എനിക്ക് നിന്റെ വിയർപ്പിന്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഈ പദവി എനിക്ക് തന്നത് നിന്റെ ത്യാഗമാണെന്ന് ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല. റിയ തന്റെ കീശയിൽ നിന്ന് ഒരു ചെറിയ ഫോട്ടോ എടുത്തു. അത് അവരുടെ വിവാഹ ദിവസം എടുത്തതാണ്. ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. നമ്മൾ ഇനി ഒന്നിച്ചുണ്ടാകില്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിന്റെ കൂടെയായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നീ എന്നോട് ക്ഷമിക്കേണ്ട. അജയൻ ആ ഫോട്ടോ വാങ്ങി. അവൻ അത് കുറെ നേരം നോക്കി നിന്നു. അവന്റെ കണ്ണൊന്നു നിറഞ്ഞു. പക്ഷെ അവൻ അത് റിയയെ കാണിച്ചില്ല. റിയ, നീ ഒരു നല്ല ഓഫീസറാണ്. രാജ്യം നിന്നെ ബഹുമാനിക്കുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമില്ല. ദേഷ്യം തോന്നിയിരുന്നുവെങ്കിൽ എനിക്ക് നിന്നെ മറക്കാൻ എളുപ്പമായേനെ. പക്ഷെ നിന്റെ സന്തോഷമാണ് എന്നും ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് നീ സമാധാനമായി പോവുക. എന്റെ ജീവിതം എനിക്ക് തൃപ്തികരമാണ്. റിയ അവനെ ഒന്ന് സല്യൂട്ട് ചെയ്തു. അതൊരു ഓഫീസർ ഒരു പൗരന് നൽകുന്ന ബഹുമാനമായിരുന്നില്ല, മറിച്ച് ഒരു ശിഷ്യ ഗുരുവിന് നൽകുന്ന ആദരവായിരുന്നു. അവൾ തിരിഞ്ഞു നടന്നു. ജീപ്പിനടുത്ത് എത്തിയപ്പോൾ അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അജയൻ ആ ഫോട്ടോ തന്റെ ഡയറിക്കുള്ളിലേക്ക് വെക്കുന്നത് അവൾ കണ്ടു. നമുക്ക് പോകാം സലീം, റിയ പറഞ്ഞു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ റിയക്കൊരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. പ്രണയവും വിവാഹവും നഷ്ടപ്പെട്ടിരിക്കാം, പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ താൻ വീണ്ടും വളർന്നിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. കരിമലയിലെ കാറ്റിപ്പോൾ അവളോട് ക്ഷമിച്ചതുപോലെ തോന്നി. വർഷങ്ങൾ പുഴയിലെ വെള്ളം പോലെ ഒഴുകിപ്പോയി. കരിമല ഗ്രാമം ഒരുപാട് മാറി. പുതിയ റോഡുകളും പാലങ്ങളും വന്നു. പക്ഷേ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആ പഴയ വീടും അവിടുത്തെ കഠിനാധ്വാനിയായ അജയനും മാത്രം മാറ്റമില്ലാതെ തുടർന്നു. അജയൻ ഇപ്പോൾ വെറും ഒരു കർഷകനല്ല, ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് കൃഷിയും ജീവിത പാഠങ്ങളും പകർന്നു നൽകുന്ന വലിയൊരു തണലാണ്. അവൻ പിന്നീട് വിവാഹം കഴിച്ചില്ല. തന്റെ ഏകാന്തതയിൽ അവൻ സംതൃപ്തനായിരുന്നു. റിയ കൃഷ്ണൻ ആർമിയിൽ നിന്ന് മേജർ ജനറൽ പദവിയിൽ എത്തിയാണ് വിരമിച്ചത്. വിരമിച്ചതിനു ശേഷം അവൾ കൊച്ചിയിലെ വലിയ ഫ്ളാറ്റിലേക്ക് ഒതുങ്ങിക്കൂടിയില്ല. പകരം അവൾ തന്റെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് സൈനികരുടെ വിധവകൾക്കും അനാഥരായ കുട്ടികൾക്കും വേണ്ടി ഒരു വലിയ ട്രസ്റ്റ് രൂപീകരിച്ചു. അധികാരത്തിന്റെയും പദവിയുടെയും അഹങ്കാരം ഉപേക്ഷിച്ച റിയയെ പിന്നീട് എല്ലാവരും കണ്ടത് സാധാരണക്കാർക്കിടയിൽ സേവനം ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം റിയയുടെ ട്രസ്റ്റ് പാലക്കാട് ജില്ലയിൽ ഒരു വലിയ ആതുര സേവന കേന്ദ്രം തുറക്കാൻ തീരുമാനിച്ചു. ഉദ്ഘാടനത്തിന് വിശിഷ്ട അതിഥിയായി റിയ തിരഞ്ഞെടുത്തത് ഒരു വലിയ രാഷ്ട്രീയക്കാരനെയോ ഉദ്യോഗസ്ഥനെയോ ആയിരുന്നില്ല. പകരം കരിമല ഗ്രാമത്തിലെ ആ സാധാരണ കർഷകനായ അജയനെ ആയിരുന്നു. ആ ചടങ്ങിൽ വെച്ച് അജയനെ ആദരിക്കുമ്പോൾ റിയ വേദിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞു, ഈ പദവികളും ആദരവുകളും എനിക്ക് ലഭിച്ചത് ഞാൻ രാജ്യത്തെ സേവിച്ചത് കൊണ്ടാണ്. പക്ഷേ എന്നൊരു യഥാർത്ഥ മനുഷ്യനാക്കിയത് ഈ മനുഷ്യനാണ്.
പദവികൾ വരുമ്പോൾ നാം മറന്നുപോകുന്ന ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. സ്നേഹവും ആത്മാഭിമാനവും. അതെനിക്ക് പഠിപ്പിച്ചു തന്നത് അജയനാണ്. സദസ്സിൽ ഇരുന്നവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അജയൻ വേദിയിൽ വന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ പഴയ ആ ശൂന്യതയ്ക്ക് പകരം ഇപ്പോൾ ഒരു വലിയ സമാധാനം ഉണ്ടായിരുന്നു. ചടങ്ങിന് ശേഷം അവർ രണ്ടാളും മാത്രമായി കുറച്ചുനേരം സംസാരിച്ചു. നമ്മൾ ഒരുപാട് വൈകിയാണ് പരസ്പരം തിരിച്ചറിഞ്ഞത് അല്ലേ അജയ? റിയ ചോദിച്ചു. ഒരിക്കലുമല്ല റിയ, അജയൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരിച്ചറിവുകൾക്ക് ഒരിക്കലും സമയപരിധിയില്ല. നീ ഇന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മാപ്പ്. നമ്മുടെ ജീവിതം ഒന്നിച്ചായിരുന്നില്ല എന്നത് വിധിയായിരിക്കാം, പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഒന്നാണ്. റിയ ആകാശത്തേക്ക് നോക്കി. അവിടെ അസ്തമയ സൂര്യൻ ചുവപ്പ് പടർത്തുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഒന്നായി നീണ്ടുകിടന്നു. അധികാരം ഒഴിഞ്ഞു പോകുമ്പോഴും പദവികൾ അവസാനിക്കുമ്പോഴും മനുഷ്യനിൽ ബാക്കിയാകുന്നത് അവൻ മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും അവർ കാത്തുസൂക്ഷിച്ച ആത്മാഭിമാനവും മാത്രമാണെന്ന വലിയ സത്യം കരിമലയിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. ചില ബന്ധങ്ങൾ തകരുന്നത് പുതിയൊരു തിരിച്ചറിവിനാകാം. ചില ദൂരങ്ങൾ നമ്മെ നമ്മിലേക്ക് തന്നെ അടുപ്പിക്കാനുമാകാം. അജയനും റിയയും തങ്ങളുടെ ജീവിതം കൊണ്ട് എഴുതിയത് ഒരു തോൽവിയുടെ കഥയല്ല, മറിച്ച് മാറ്റമില്ലാത്ത ആത്മബന്ധത്തിന്റെയും കാലത്തെ അതിജീവിക്കുന്ന ആത്മാഭിമാനത്തിന്റെയും അനശ്വരമായ ഗാഥയായിരുന്നു.